ബീഫ് ബ്രിസ്ക്കറ്റ് റീലുകളുടെ അതിപ്രസരം മൂലം നമ്മൾ നടന്ന് ഈ പോകുന്നത് ഒരു ബീഫ് ബ്രിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീവ് ഇവൻ്റെ സ്മോക്ക് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളി അടുത്തുറന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ളത് ഇതാണ്. കയറി ചെന്നപ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിടിലൻ വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അടുത്ത് ചെന്ന് ഈ ഒരു സാധനം ഫോട്ടോ എടുത്ത് നമ്മൾ വന്നിരുന്ന് നമ്മൾ തന്നെ വേണം ഓർഡർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ കാണാൻ പോകുന്ന സംഭവമാണ് 12 hours സ്ലോ കുക്ക് ചെയ്തിട്ട് ഉള്ള ബീഫ് ബ്രിസ്ക്കറ്റാണ് അവർ നമുക്ക് തരിക. എനിക്ക് അവിടെ അകത്തുള്ള സംഭവം ഒരു വീടിൻ്റെ അടുത്തായിട്ടാണ് ഈ പറയുന്ന സംഭവം അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഈ ട്വലൈറ്റ് ഓർ അങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് സീരീസൊക്കെ കാണുമ്പം അതിൻ്റെ അകത്തുള്ള കുറേ കഫേസൊക്കെ പോലെ എനിക്ക് ഭയങ്കര ഒരു സാമ്യം തോന്നി ഈ പറയുന്ന സ്ഥലത്തിനോട്. ആൻഡ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു. സോ അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ഓർ എൻ്റെ ഫേസ് ചെക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബീഫ് ബ്രിസ്ക്കറ്റ് വന്ന് നമ്മൾ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ ബ്രെഡായിരുന്നു. സോ എങ്ങനെ ഉണ്ടാവുമെന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്. ഈസ് ലൈക്ക് എന്തോരം കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലല്ലോ. സോ ഞാനത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ വാങ്ങിച്ച സംഭവം. എനിക്ക് മനസ്സിലായത് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു കുരുമുളകും ഉപ്പും മാത്രം ഇട്ട് ഇത്രയും ജ്യൂസി ആയിട്ട് ഇത്രയും മറ്റേ ഹലുവ ജിലേബി പോലെയൊക്കെ ആവുന്ന തരത്തിലുള്ള മെൽറ്റിംഗ് ആയിരുന്നു അത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.